UDF അധികാരത്തിൽ വന്ന് ഭരണം അതിൻ്റെ സുഗമമായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ചർച്ച നീണ്ടു നിന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. വി ഡി സതീശൻ ഓടി നടന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ്റെ നേതൃത്വം തന്നെ ജനങ്ങൾ അംഗീകരിച്ചെടുത്തിരിക്കുകയാണ്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, പിണറായി വിജയൻ എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ഒരു ദുഷ്പേര് സമ്പാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. എത്രത്തോളം ജനങ്ങളെ വെറുപ്പിച്ചു എന്നുള്ളതിൻ്റെ ആഴം കൂട്ടുകയാണ് വി ഡി സതീശന് കിട്ടിയിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തു നിൽക്കുന്നു. അങ്ങനെ ആ അടുപ്പത്തിലൂടെ ഒരു വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാരെ കുറിച്ചൊക്കെ സാധാരണ നമ്മൾ പറയുന്നത് നന്നാക്കിയെടുക്കാനും നന്നാകാനും കുറച്ച് പ്രയാസമുള്ള പാർട്ടി എന്നാണ്. പക്ഷേ എന്തോ 10 വർഷം പുറത്തു നിന്നപ്പോൾ ചിലരെയൊക്കെ നമുക്കൊരു പണിഷ്മെൻ്റ് കൊടുത്ത് കുട്ടികളെ ക്ലാസ്സിന് പുറത്ത് നിർത്തുമല്ലോ, അല്പം ഒന്ന് നന്നാകട്ടെ എന്ന് ഉള്ള രീതിയിൽ. അത്തരത്തിൽ കോൺഗ്രസ്സിന് ഈ 10 വർഷം പുറത്തു നിന്നപ്പോൾ ഒരു നന്നാകാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിച്ചത്. അവരുടെ തമ്മിൽ തല്ലും പാരവെപ്പും പാലം വലിക്കലും ഒന്നും തന്നെ ഇക്കുറി വേണ്ടത്ര രീതിയിലില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കണക്കുകൂട്ടലിനപ്പുറത്തേക്കാണ് ഇവരുടെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. വകുപ്പ് വിഭജനമെല്ലാം തന്നെ ഗംഭീരമായ രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തു. അതിൽ KPCC പ്രസിഡന്റായി ഇരുന്ന സണ്ണി ജോസഫും മന്ത്രി പദവിയിലേക്ക് വന്നു. പേരാവൂരിൽ നിന്ന് വിജയിച്ച് എത്തിയ അദ്ദേഹം കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയുമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവ് വന്നിരിക്കുകയാണ്. ഈ ഒഴിവ് നികത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെയാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയേക്കാൾ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് പാർട്ടി സെക്രട്ടറിയുടെ റോള് പോലും പിണറായി വിജയൻ തന്നെയായിരുന്നു നിർവഹിച്ചുകൊണ്ടിരുന്നത്. മറ്റ് സമയങ്ങളിലൊക്കെ നാനാരുടെ കാലത്തും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിലും ഒക്കെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു നിർണായകം. പക്ഷേ ഇവിടെ KPCC പ്രസിഡന്റ് ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നില്ല. പക്ഷെ അങ്ങനെ മുൻകാലങ്ങളിലും അങ്ങനെ മാറ്റിയ ഒരു ചരിത്രം ഒന്നും അവർക്കില്ല എന്നുള്ളതാണ്. എന്നാലും KPCC പ്രസിഡന്റ് എന്നുള്ളത് പുതിയ സ്ഥാനത്തേക്ക് ഒരാൾ വരേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു നിരവധി പദവികളെ ഇരട്ട പദവിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇരട്ട പദവിയിലേക്ക് പാടില്ല എന്ന്. അതായത് MP ആയിരിക്കുന്ന ഒരാൾ KPCC പ്രസിഡന്റായിരിക്കുന്നു. 2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. MPയെയും MLA-മാരെയും സ്വതന്ത്രമായി തന്നെ വിടുക എന്നുള്ളതാണ്. അവർക്ക് ആ മണ്ഡലത്തിനകത്ത് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രത്യേകിച്ച് ഒരു MPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ UDF-ന്റെ കൺവീനറായിട്ട് പോലും നിർത്തിയിരിക്കുന്നത് അടൂർ പ്രകാശ് MP-യാണ്. അടൂർ പ്രകാശിനെ അവിടെ നിന്ന് മാറ്റണം. MP സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ അടൂർ പ്രകാശ്. അപ്പോൾ UDF-ന്റെ കൺവീനറായിട്ട് കോൺഗ്രസിലെ മറ്റൊരാൾക്ക് ആ പദവിയിലേക്ക് വരാമല്ലോ. കോൺഗ്രസിൽ എപ്പോഴും പദവികൾക്ക് വേണ്ടിയാണ് കലഹവും പാരപണിയലും പാലം വലിക്കലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അടൂർ പ്രകാശ് സ്ഥാനം, UDF കൺവീനർ സ്ഥാനം ഒഴിയണം. ഇപ്പോൾ KPCC പ്രസിഡന്റ് സുധാകരനായിരുന്ന സമയത്ത് അദ്ദേഹം MP കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ അതുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് MLA ആയി, മന്ത്രിയായി. ഈ അവസരത്തിലാണ് ഇപ്പോൾ പുതിയ KPCC പ്രസിഡന്റിനെ നോക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പല MP-മാരും ഇങ്ങോട്ടേക്ക്
മോഹവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷ് ഇക്കുറി മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല, സ്വയം പിന്മാറുമെന്നൊക്കെ പറഞ്ഞിരുന്ന കൊടിക്കുന്നിലെ അവസാനം ആർത്തി മൂത്ത് തന്നെ മാവേലിക്കര മണ്ഡലത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. അത് പിന്നെ LDFിന്റെ സ്ഥാനാർത്ഥി മോശപ്പെട്ടതെന്നല്ല, LDF കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാരണം കോൺഗ്രസിന് വീണ്ടും വിജയമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ പൊതുവെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായതും. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിലൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് വേളയിൽ പലരും സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ ഇടം പിടിച്ചവരുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണം കുറിച്ചവരുണ്ട്, തഴയപ്പെട്ടവരുണ്ട്. അവരിൽ ഒരാളിലേക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം പോകണം. ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഷാഫി പറമ്പിലിന് യഥാർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല, മാറ്റി നിർത്തണം. ഒരു MP-മാരെയും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല, ഒരു MLA-മാരെയും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. കാരണം അവർ മണ്ഡലത്തിനകത്ത് നിൽക്കണം. ഈ MP-മാരൊക്കെ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയവരാണ്. അവർക്കറിയാമായിരുന്നു ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ നിന്നിട്ട് യാതൊരു കഥയുമില്ല, അതുകൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയം അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ വിജയിച്ചു വരുമ്പോൾ ഒരു മന്ത്രിപ്പണിയെങ്കിലും കിട്ടും. അപ്പൊ ശിഷ്ടകാലം കേരളത്തിലെ മന്ത്രിയായിട്ട് കഴിയാം എന്ന് ആഗ്രഹിച്ച നിരവധി പേരുണ്ട്. ബെന്നി ബെഹരാനും K. സുധാകരനും അതുപോലെ തന്നെ പിന്നെ കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനും അങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അടൂർ പ്രകാശും വരെ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അടൂർ പ്രകാശിന് ഇവിടെ കോൺഗ്രസ് തന്നെയാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലം CPM-ന് തീരെ എഴുതി കൊടുത്തത്. കോൺഗ്രസ്സുകാർ കാരണമാണ്. കാരണം അടൂർ പ്രകാശിനെ കോന്നി മണ്ഡലത്തിൽ നിന്ന് പിടിച്ച് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അപ്പോൾ അത് ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് CPM-ന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ജനീഷ് കുമാർ ഇത്തവണ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ അവിടെ ഇറങ്ങിയിരുന്നുവെങ്കിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ MP-മാരായി പോയിട്ടുള്ളവർ അവരവരുടെ കാലാവധി പൂർത്തിയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രായവും അവരുടെ സൗകര്യങ്ങളും ഒക്കെ നോക്കി മാത്രം ഇങ്ങനെയുള്ള പദവികളിലേക്ക് കൊടുക്കുക. KPCC സ്ഥാനത്തേക്ക് വരേണ്ടത് പക്വതയാർജിച്ച ഒരാൾ തന്നെ വരണമെന്നുള്ളതാണ്. ഇപ്പൊ ഷാഫി പറമ്പിൽ യുവജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഹരമായിരിക്കാം, പക്ഷെ അത്തരത്തിലുള്ള ഹരമല്ല പാർട്ടിക്ക് ആവശ്യം. പാർട്ടിയെ അതിശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള ആളായിരിക്കണം. കാരണം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭരണം ഇനിയും ഒരു തുടർ ഭരണത്തിലേക്കോ തന്നെ പോകാനായിട്ടുള്ള ശ്രമമായിരിക്കണം. കാരണം ഇനിയിപ്പോൾ എന്തായാലും CPM-ന് കേരളത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. കാരണം അവർക്ക് അത്രത്തോളം തന്നെ വലിയ പതനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ആ സ്പേസിലേക്ക് BJP-യുടെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ SFI-ക്കാര് ഇവിടെ തെരുവിലൊക്കെ ഇവിടെ പിന്നെ അഴിഞ്ഞാടാൻ തുടങ്ങിയിരിക്കുന്നത്. അവരെ ഇറക്കിക്കൊണ്ട് കലാലയത്തിൽ SFI-ക്ക് വിജയമുണ്ടായി എന്നുള്ളതിൻ്റെ രീതിയിൽ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. അത് സമൂഹവുമായിട്ട് ഞങ്ങൾക്ക് പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ അവർ പോർവിളിയും അട്ടഹാസവും നടത്തി അവരുടെ ഈ പിന്നെ മുതിർന്ന നേതൃത്വത്തിൻ്റെ ഈ കിട്ടാതെ പോയ കാര്യത്തിലുള്ള അമർഷം മുഴുവൻ പ്രകടിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി നയിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ വേണം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കാൻ. അതിനകത്ത് ജാതി സമവാക്യമോ ഒന്നുമല്ല നോക്കേണ്ടത്, പക്വതയുള്ള ഒരാളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.